എല്ലാ വർഷവും മെയ് 1-നാണ് ലോകമെമ്പാടും തൊഴിലാളി ദിനമായി ആചരിക്കുന്നത്. തൊഴിലാളികൾക്കായി, അവരുടെ അവകാശങ്ങൾക്കായി, അഭിമാനത്തിനായി ഉള്ള ദിനം. ഈ തൊഴിലാളി ദിനാചരണം ആരംഭിച്ചത് എങ്ങനെയെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് ഈ തൊഴിലാളി ദിനത്തിന് എന്തെങ്കിലും പ്രസക്തിയുണ്ടോ? തൊഴിലാളികൾക്ക് ഇതുകൊണ്ട് പ്രയോജനമുണ്ടോ എന്നും വിലയിരുത്താം. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലാണ് കഥയുടെ തുടക്കം വരുന്നത്. 12 മുതൽ 16 മണിക്കൂർ വരെ ജോലി ചെയ്യുവാൻ തൊഴിലാളികൾ നിർബന്ധിതരായിരുന്ന കാലം. സുരക്ഷിതമല്ലാത്ത സാഹചര്യങ്ങളിലും കുറഞ്ഞ വേതനത്തിലും അവർ തൊഴിൽ ചെയ്യേണ്ടി വന്നു. ഈ സാഹചര്യം തുടർന്നു വന്നപ്പോൾ 1886-ൽ അമേരിക്കയിലെ ഷിക്കാഗോയിൽ തൊഴിലാളികൾ ചേർന്ന് വലിയൊരു പ്രക്ഷോഭം ആരംഭിച്ചു. 8 മണിക്കൂർ ജോലി എന്നതായിരുന്നു അവരുടെ ആവശ്യം. സമാധാനപരമായി ആരംഭിച്ച ആ സമരം പ്രക്ഷുബ്ധമായി അനേകർ രക്തസാക്ഷികളായി മാറി. എന്നാൽ ഈ സംഭവം ഒരു ചരിത്രമായി മാറി. ഈ പ്രക്ഷോഭത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് മെയ് 1 അന്താരാഷ്ട്ര തൊഴിലാളി ദിനമായി നിശ്ചയിച്ചു. അമേരിക്ക മുഴുവനും ഈ തൊഴിലാളി പ്രക്ഷോഭം കത്തിപ്പടർന്നു. വ്യവസായങ്ങളിലെ തൊഴിലാളികൾ ഒത്തുചേർന്നു. ഇന്ന് 80-ലധികം രാജ്യങ്ങളിൽ മെയ് 1 തൊഴിലാളി ദിനമായി ആചരിക്കുന്നുണ്ട്. റഷ്യ, ചൈന, ഇന്ത്യ തുടങ്ങി ക്യൂബ, ജർമ്മനി വരെയുള്ള രാജ്യങ്ങളിൽ ഈ ദിവസങ്ങളിൽ ആഘോഷങ്ങൾ ഉണ്ട്. തൊഴിലാളികളുടെ അവകാശങ്ങൾ, വേതനം, സുരക്ഷ എന്നീ 3 കാര്യങ്ങൾ ഓർമ്മിക്കുവാനും തൊഴിലാളികളെ ഏകോപിപ്പിക്കുവാനും ആണ് ഈ ദിവസം കൊണ്ട് ലക്ഷ്യമിടുന്നത്. ഏറ്റവും വലിയ മെയ് ദിനാഘോഷം ലോകത്തിൽ തന്നെ നടക്കുന്നത് ചൈനയിലാണ്. ചൈനയിലെമ്പാടും പൊതുപരിപാടികൾ കൊണ്ട് നിറയും. രണ്ടാമതായി നടക്കുന്നത് ക്യൂബയിലാണ്. ക്യൂബയിലെ ഹവാനയിൽ വലിയ റാലികൾ നടക്കും. ജർമ്മനിയിലെ തൊഴിലാളി ദിന മാർച്ചുകളും പ്രശസ്തമാണ്. മറ്റ് രാജ്യങ്ങളിലെല്ലാം തന്നെ തൊഴിലാളി ദിനം എന്നതിനു പുറമെ തൊഴിലാളി സംഘടനകൾ ശക്തി തെളിയിക്കുന്ന ഒരു ദിവസം കൂടിയാണിത്. തൊഴിലാളികളുടെ ഐക്യമാണ് എന്നും അവരുടെ അവകാശങ്ങൾ നേടിക്കൊടുത്തിട്ടുള്ളത്. തൊഴിൽ സമയം കുറയ്ക്കുവാനും തൊഴിലിടത്തെ സുരക്ഷ വർദ്ധിപ്പിക്കുവാനും അടിസ്ഥാന വേതനം വർദ്ധിപ്പിക്കുവാനും തൊഴിൽ ഉറപ്പാക്കുവാനും ഇതുമൂലം സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. ഇന്ന് തൊഴിലാളി സംഘടനകൾ ശക്തമായതോടെ അതിന്റെ തലപ്പത്തിരിക്കുന്ന ചിലരാണ് അവ നിയന്ത്രിക്കുന്നത്. തൊഴിലാളികളെ വെറും കാലാളുകളായി മാറ്റിക്കൊണ്ട് മുതലാളിമാരുമായുള്ള ഡീലിലൂടെ കോടികൾ തട്ടിയെടുത്ത് നേതാക്കൾ സമ്പന്നരാകുന്ന കാഴ്ചയാണ് ഇന്ന് കാണുന്നത്. ഇന്ന് പലയിടത്തും യന്ത്രങ്ങൾക്കൊപ്പം വിശ്രമമില്ലാതെയാണ് തൊഴിലാളികൾ പണിയെടുക്കേണ്ടി വരുന്നത്. നിർമ്മാണ മേഖലയിൽ വേണ്ട രീതിയിൽ സുരക്ഷയില്ല. ഓരോ നിർമ്മാണ പദ്ധതിയും പൂർത്തീകരിച്ചു കഴിയുമ്പോൾ അവിടെ മരിച്ച തൊഴിലാളികളുടെ ഓർമ്മ സംഖ്യയിൽ മാത്രം ഒതുങ്ങുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് തൊഴിലാളി ദിനം വെറും ഒരു കലാപരിപാടിയായി കാണാമെന്നല്ലാതെ തൊഴിലാളികൾക്ക് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നില്ല. തൊഴിലാളി സംഘടനകൾ തൊഴിലാളികളുടെ അവകാശം സംരക്ഷിക്കുവാനായി രൂപീകരിച്ചിട്ടുള്ളതാണ്. ആദ്യകാലത്ത് ഈ ഉദ്ദേശം ശുദ്ധമുള്ളതായിരുന്നു. എന്നാൽ ഇന്ന് നേതാക്കൾ ശക്തരായി മാറുകയും അവിടെ അഴിമതി നടക്കുന്നുവെന്നും തൊഴിലാളികൾ വെറും അവിടെ പടയായി മാത്രം മാറുന്നുവെന്നുള്ള ആരോപണം ഉണ്ട്. പലപ്പോഴും തൊഴിലാളികളുടെ മുന്നിൽ അവരുടെ അവകാശങ്ങൾ പറഞ്ഞ് അവരെ ആവേശം കൊള്ളിച്ച് സമരമുഖത്തേക്ക് ഇറക്കുകയും അതുവഴി മുതലാളിമാരുമായി ഡീൽ നടത്തി ഇവർ ലക്ഷങ്ങളും കോടികളും നേടിയ ശേഷം സമരം അവസാനിപ്പിക്കുവാൻ നിർദ്ദേശം നൽകുകയും ചെയ്യുന്നതായി ആരോപണമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നിർമ്മിത ബുദ്ധിയുടെ ലോകത്തും തൊഴിലാളികൾ വെറും പാവകളായി മാറുന്നതായാണ് കാണാൻ കഴിയുന്നത്. ഇന്ന് കോൺട്രാക്ട് വ്യവസ്ഥയിലാണ് തൊഴിലാളികളെ അല്ലെങ്കിൽ ജീവനക്കാരെ ഭൂരിപക്ഷം കമ്പനികളും ഹയർ ചെയ്യുന്നത്. ഗിഗ് ഇക്കണോമിയാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെയ്യുന്ന ആ തൊഴിൽ എപ്പോൾ വേണമെങ്കിലും അവസാനിക്കാവുന്ന നിലയിലാണ് മിക്കവരുടെയും അവസ്ഥ. തൊഴിലാളികൾക്ക് ഇന്ന് അഴിമതിയില്ലാത്ത നേതൃത്വത്തിന്റെ ആവശ്യമുണ്ട്. വെറും രാഷ്ട്രീയ പാർട്ടികളുടെ കൂലിയില്ലാ പണിക്കാരായി അവരുടെ വാക്ക് വേദവാക്യമായി എടുത്ത് ജീവിക്കേണ്ടവർ അല്ല തൊഴിലാളികൾ. അധികാര ഗർവ് ബാധിച്ച, വിയർപ്പ് പറ്റാത്ത വസ്ത്രം ധരിച്ച് നടക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ അല്ല തൊഴിലാളി സംഘടനകൾക്ക് നേതൃത്വം നൽകേണ്ടത്. ഇന്ന് ഈ തൊഴിലാളി ദിനം നൽകുന്ന സന്ദേശം പോരാട്ടം ഇവിടെയും അവസാനിക്കുന്നില്ല എന്നാണ്. ഇന്ന് നിങ്ങളെ അടക്കി വാഴുന്ന നേതാക്കന്മാർക്കും മുതലാളിമാർക്കും മീതെ ഐക്യം കൊണ്ട് ശക്തരാകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കോരിത്തെരിപ്പിക്കുന്ന പ്രഭാഷണങ്ങളല്ല, തൊഴിലാളികളോടുള്ള ആദരവ്. തൊഴിലാളികളുടെ അവകാശം സംരക്ഷിക്കപ്പെടുവാൻ തൊഴിലാളികൾ തന്നെ നേതൃനിരയിൽ എത്തണം.